ഹായ്, ജോബ്സ് മാർക്കറ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ചയിൽ അപേക്ഷിക്കാൻ പറ്റുന്ന കേരളത്തിലുള്ള പ്രധാനപ്പെട്ട ഓർഗനൈസേഷനുകളിലെ വേക്കൻസികളെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് ഞങ്ങൾ അപ്ലോഡ് ചെയ്ത ഇത്തരം വീഡിയോസ്, ജോബ് അലേർട്ട് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. സോ നമുക്ക് വേക്കൻസീസ് ഓരോന്ന് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ അവസരം മിൽമയിലാണ്. മിൽമയിൽ പ്രധാനമായിട്ടും 3 വേക്കൻസികളാണ് ഓപ്പൺ ആയിട്ടുള്ളത്, 3 തസ്തികകളാണ് ഓപ്പൺ ആയിട്ടുള്ളത്. ആദ്യത്തെ അവസരം എന്ന് പറയുന്നത് അസിസ്റ്റന്റ് പർച്ചേസ് ഓഫീസർ എന്ന് പറയുന്ന ഡെസിഗ്നേഷനിലേക്കാണ്. ബിടെക് പഠിച്ച ആൾക്കാർക്കാണ് ഈ പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ബിടെക് ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, കെമിക്കൽ മുതലായ വിഷയങ്ങൾ പഠിച്ചവർക്ക്, ഇൻസ്ട്രുമെന്റേഷൻ മുതലായ വിഷയങ്ങൾ പഠിച്ചവർക്ക് ഈ പറയുന്ന വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. 2 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടാവണം എന്നുള്ളത് നിർബന്ധമാണ്. രണ്ടാമത്തെ മിൽമയിലെ വേക്കൻസി അസിസ്റ്റന്റ് ഡയറി ഡെവലപ്മെന്റ് ഓഫീസർ എന്നുള്ളതാണ്. ബിടെക് ഡിഗ്രി ഇൻ ഡയറി ടെക്നോളജി അല്ലെങ്കിൽ ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയിലാണ് നിങ്ങൾക്ക് ബിടെക് ഉണ്ടാവേണ്ടത്. ഈ പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് 1 വർഷത്തെ പ്രവൃത്തി പരിചയം വേണം എന്നുള്ളതും നിർബന്ധമാണ്, അതും ഡയറി സെക്ടറിൽ തന്നെ. മൂന്നാമത്തെ അവസരമുള്ളത് ജൂനിയർ സൂപ്പർവൈസർ എന്നുള്ള തസ്തികയിലേക്കാണ്. അവിടെ ബികോംകാർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. കോർപ്പറേഷൻ എന്ന് പറയുന്ന സ്പെഷ്യലൈസേഷൻ ഉള്ളവർക്ക് ആണ് മുൻഗണന ഉണ്ടാവുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് BSc ബാങ്കിങ് ആൻഡ് കോർപ്പറേഷൻ എന്നുള്ള ഡെസിഗ്നേഷൻ എലിജിബിലിറ്റി ഉള്ളവർക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ പറയുന്ന പൊസിഷനിലേക്ക് എല്ലാം അപ്ലൈ ചെയ്യേണ്ട, മുൻപിലേക്കുള്ള എല്ലാ പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 20/2/2021. അടുത്ത അവസരം KSDPയിലാണ്. കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡിലാണ് രണ്ടാമത്തെ അവസരമുള്ളത്. അവിടെയും പ്രധാനമായിട്ടും 3-4 ഒഴിവുകളാണ് പ്രധാനമായിട്ടുള്ളത്. അതിൽ ആദ്യത്തെ അവസരം എന്ന് പറയുന്നത് അസിസ്റ്റന്റ് മാനേജർ മാർക്കറ്റിംഗ് എന്നുള്ളതാണ്. ബിടെക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിഗ്രി ഉണ്ടാവണം. അതോടൊപ്പം തന്നെ MBA ഉള്ളവർക്കാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത്. മിനിമം 3 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടാവണം മാർക്കറ്റിംഗ് എന്നുള്ള പൊസിഷനിൽ തന്നെ, എന്നുള്ള ജോബ് ഡെസിഗ്നേഷനിൽ തന്നെ ഏതെങ്കിലും ഓർഗനൈസേഷനിൽ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട അവസരം ഈ പറയുന്ന KSDPയിലുള്ളത് ജൂനിയർ മാനേജർ പർച്ചേസ് എന്നുള്ളതാണ്. BPharm ഡിഗ്രി ഉള്ളവർക്കാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത്. അവിടെയും 2 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടാവണം എന്നുള്ളത് നിർബന്ധമാണ്. മൂന്നാമത്തെ തസ്തിക ഈ ഓർഗനൈസേഷനിൽ ഉള്ളത് ലാബ് അസിസ്റ്റന്റ് എന്നുള്ളതാണ്. അതൊരു കോൺട്രാക്ട് ബേസിലുള്ള ലാബ് വേക്കൻസിയാണ്. അവിടെ BSc കെമിസ്ട്രി പഠിച്ചവർക്കും BPharm പഠിച്ചവർക്കും അപേക്ഷിക്കാവുന്നതാണ്. 1 വർഷത്തെ പ്രവൃത്തി പരിചയം ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ ഉണ്ടാവണം. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ഫെബ്രുവരി 6, 2021. അടുത്ത അവസരം ജൂനിയർ റിസർച്ച് ഫെല്ലോ ആയിട്ടാണ്. NIT കാലിക്കറ്റ്, കോഴിക്കോടുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലാണ് ഈ അവസരമുള്ളത്. ഇവിടെ അപേക്ഷിക്കണം എന്നുണ്ടെങ്കിൽ, ഈ പൊസിഷനിലേക്ക് അപേക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഇതൊരു കോൺട്രാക്ട് ജോബാണ്. 6 മാസത്തെ കോൺട്രാക്ട് ആയിരിക്കും നിങ്ങൾക്ക് സെലക്ടർ ആവണമെങ്കിൽ കിട്ടുന്നുണ്ടാവുക. MSc കെമിസ്ട്രി അല്ലെങ്കിൽ MSc ഫിസിക്സ് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. വാലിഡ് ആയിട്ടുള്ള ഒരു ഗേറ്റ് സ്കോർ ഉണ്ടാവണം എന്നുള്ളത് നിർബന്ധമാണ്. 60% മാർക്ക് നിങ്ങൾക്ക് MSc വിഷയങ്ങൾ ഉണ്ടാവണം, അല്ലെങ്കിൽ 6.5 CGPA ഉണ്ടാവണം എന്നുള്ളത് വളരെ നിർബന്ധമാണ്. സാലറി എന്ന് പറയുന്നത്, സ്റ്റൈഫൻ എന്ന് പറയുന്നത് 31,000 രൂപയാണ്. പ്ലസ് HRA അലവൻസും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. അപേക്ഷിക്കേണ്ടത് ഈ പറയുന്നിരിക്കുന്ന മെയിൽ ഐഡിയിലേക്ക് HOD.MSc@nitc.ac.in എന്ന് പറയുന്ന മെയിൽ ഐഡിയിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷകൾ അയക്കാം. അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഫെബ്രുവരി 1, 4 മണിക്ക് മുന്നെയാണ്. ഈ അപേക്ഷകൾ സ്വീകരിക്കുന്ന പക്ഷം നിങ്ങൾ എലിജിബിൾ ആണ് എന്ന് NIT മനസ്സിലാക്കുന്ന പക്ഷം നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി തന്നെ ഓൺലൈൻ ഇന്റർവ്യൂ ഈ പോസ്റ്റിലേക്ക് ഉണ്ടായിരിക്കും. അടുത്ത അവസരം ഫുഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കൗൺസിലാണ്. കേരള ഗവൺമെന്റ് അണ്ടറിലുള്ള ഒരു സ്ഥാപനമാണ് ഈ പറയുന്ന കൗൺസിൽ ഫോർ ഫുഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അവിടെ സീനിയർ അനലിസ്റ്റ് എന്ന് പറയുന്ന പൊസിഷനിലേക്കാണ് വേക്കൻസി ഉള്ളത്. ആ വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാനുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് MSc ഇൻ കെമിസ്ട്രി ആണ്, അല്ലെങ്കിൽ ബയോ കെമിസ്ട്രിയിൽ MSc ഉണ്ടാവണം, അതായത് മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടാവണം. 50% മാർക്കോടെ എങ്കിലും ഈ വിഷയങ്ങളിൽ പഠിച്ച PG ഉണ്ടാവണം, മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടാവണം എന്നുള്ളത് നിർബന്ധമാണ്. 3 വർഷത്തെ പ്രവൃത്തി പരിചയം ഫുഡ് അനാലിസിസ് യൂസിങ് മോഡേൺ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാവണം എന്നുള്ളത് നിർബന്ധമാണ്. 25,000 രൂപയാണ് സാലറി ആയിട്ട് പറയപ്പെടുന്നത്. 12/2/2021 ഈ വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ വേക്കൻസിയിലേക്ക് എല്ലാം അപേക്ഷിക്കാൻ പറ്റുന്ന ആപ്ലിക്കേഷൻ ലിങ്കുകൾ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ എലിജിബിലിറ്റി മീറ്റ് ചെയ്യുന്ന എല്ലാ വേക്കൻസികൾക്കും നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി അപ്ലൈ ചെയ്യുക. എല്ലാത്തിന്റെയും ലാസ്റ്റ് ഡേറ്റ് റീസെന്റ് ആണെന്നുള്ളതും മനസ്സിലാക്കുക.
ഈ വീഡിയോ നിങ്ങൾ ഉദ്യോഗാർത്ഥികളായിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കുക. നിങ്ങൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും എത്രയും പെട്ടെന്ന് നല്ലൊരു ജോലി, പുതിയൊരു ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്ക് മറ്റൊരു വീഡിയോയുമായി നെക്സ്റ്റ് വീക്കിൽ കാണാം. താങ്ക് യു.